ലോകകപ്പ് ചരിത്രം വീണ്ടും ഒരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. ഒരു വശത്ത് ഗോൾഡൻ ബൂട്ട് പോരാട്ടം, മറുവശത്ത് ലോകകപ്പ് കിരീടം. ഈ രണ്ട് സ്വപ്നങ്ങളും ഇപ്പോൾ ഒരേ ഒരു മനുഷ്യന്റെ മുന്നിലേക്കാണ് എത്തി നിൽക്കുന്നത്. അതെ, ലിയോണൽ മെസ്സി. ഒരു ഘട്ടത്തിൽ ഗോൾഡൻ ബൂട്ട് റേസിൽ ഏറ്റവും വലിയ വെല്ലുവിളി കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലണ്ടുമായിരുന്നു. അതിനു മുമ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് നോർവേ തോറ്റതോടെ ഹാലണ്ടും പുറത്തായി. ഗോൾ വേട്ടയിൽ മെസ്സിയുടെ ഏറ്റവും വലിയ രണ്ട് എതിരാളികളും ഇനി ഈ ടൂർണമെന്റിലില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ലോക ഫുട്ബോളിന്റെ മുഴുവൻ ശ്രദ്ധയും മെസ്സിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ഒരു വ്യക്തിഗത നേട്ടം നേടാൻ മുമ്പ് അർജന്റീനയ്ക്ക് മറികടക്കേണ്ടത് ഇംഗ്ലണ്ടിനെയായിരുന്നു. ലോകകപ്പിലെ ഏറ്റവും സമ്മർദ്ദം നിറഞ്ഞ സെമി ഫൈനലുകളൊന്നായി വിലയിരുത്തപ്പെട്ട ഈ മത്സരത്തിൽ ഇംഗ്ലണ്ട് ശക്തമായി പോരാടി. ഹാരി കെയ്ൻ നയിച്ച ഇംഗ്ലണ്ട് അവസാന നിമിഷം വരെ പൊരുതി. പക്ഷേ നിർണായക നിമിഷങ്ങളിൽ അർജന്റീന കൂടുതൽ കൃത്യതയും ശാന്തതയും കാണിച്ചു. ഒടുവിൽ 2-1 സ്കോറിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചു. ഒരു വലിയ മത്സരം ജയിച്ചതിനേക്കാൾ വലിയ സന്ദേശമാണ് ഈ വിജയം ലോകത്തിന് നൽകിയത്. സമ്മർദ്ദം കൂടുമ്പോൾ അർജന്റീനയുടെ ആത്മവിശ്വാസവും ഉയരുന്നുവെന്നാണ് അവർ തെളിയിച്ചത്. ഇംഗ്ലണ്ടിനെ മറികടന്നതോടെ മെസ്സിക്ക് ഇനി ലോകകപ്പിലെ അവസാന തടസ്സം മാത്രം ബാക്കിയുണ്ട്. പക്ഷേ ആ തടസ്സത്തിന്റെ പേര് സ്പെയിനാണ്. ഈ ലോകകപ്പിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം നടത്തിയ ടീമുകളിൽ ഒന്നാണ് സ്പെയിൻ. റൗണ്ട് ഓഫ് 16 പോർച്ചുഗലിനെ മറികടന്നു. ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പുറത്താക്കി. സെമി ഫൈനലിൽ ഫ്രാൻസിനെ 2-0 തോൽപ്പിച്ചാണ് അവർ ഫൈനലിലെത്തിയത്. ഓരോ റൗണ്ടിലും ശക്തരായ എതിരാളികളെ നേരിട്ടും സ്പെയിൻ അവരുടെ കളിയുടെ നിലവാരം താഴ്ത്തിയിട്ടില്ല. സ്പെയിനിനെ അപകടകാരിയാക്കുന്നത് അവരുടെ പേരോ ചരിത്രമോ മാത്രമല്ല, പന്ത് കൈവശം വെച്ച് എതിരാളിയെ ഓടിപ്പിക്കുന്ന ക്ഷമ, മിഡ്ഫീൽഡിലെ നിയന്ത്രണം, അവസരം ലഭിച്ചാൽ അതിനെ കൃത്യമായി ഗോളാക്കുന്ന ശൈലി, ഇവയാണ് ഈ ലോകകപ്പിലെ സ്പെയിനിന്റെ ഏറ്റവും വലിയ ആയുധങ്ങൾ. അതുകൊണ്ട് തന്നെ അർജന്റീന ഫൈനലിലെത്തി എന്നതുകൊണ്ട് കിരീടം ഉറപ്പായെന്ന് ആരും പറയാനാകില്ല. മറുവശത്ത് അർജന്റീനയും ഈ ലോകകപ്പിൽ അതിശക്തമായ യാത്രയാണ് നടത്തിയത്. കോബോഡയെ തോൽപ്പിച്ചു, ഈജിപ്തിനെ മറികടന്നു, സ്വിറ്റ്സർലാൻഡിനെ കീഴടക്കി, ഇപ്പോൾ ഇംഗ്ലണ്ടിനെയും മറികടന്ന് ഫൈനലിലെത്തി. ഓരോ റൗണ്ടിലും സമ്മർദ്ദം ഉയർന്നപ്പോൾ അർജന്റീനയും അതിനൊത്തു ഉയർന്നു. അതാണ് ഒരു ചാമ്പ്യൻ ടീമിന്റെ ഏറ്റവും വലിയ ലക്ഷണം. ഇപ്പോൾ മറ്റൊരു പോരാട്ടവും സമാന്തരമായി നടക്കുകയാണ്, ഗോൾഡൻ ബൂട്ട്. എംബാപ്പയും ഹാലണ്ടും പുറത്തായ സാഹചര്യത്തിൽ മെസ്സിക്ക് വലിയ അവസരമാണ് തുറന്നിരിക്കുന്നത്. പക്ഷേ എംബാപ്പ 2 ഗോളിന് മുന്നിലാണ്. ഇന്നലത്തെ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ എംബാപ്പ 10 ഗോളുകളോടെ മുന്നിട്ട് നിൽക്കുന്നു. ഫൈനലിൽ ഒരു മികച്ച പ്രകടനം നടത്തിയാൽ വ്യക്തിഗത ബഹുമതിയും ടീമിന്റെ ഏറ്റവും വലിയ നേട്ടവും ഒരുമിച്ച് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന് നമുക്ക് കണ്ടറിയാം. എന്നാൽ ഫൈനലിൽ സ്പെയിനിനെ പോലൊരു ടീമിനെതിരെ അത് എളുപ്പമാകില്ല എന്നാണ് ലയണൽ മെസ്സി പറയുന്നത്. ഫുട്ബോൾ ചരിത്രം നമ്മെ പഠിപ്പിച്ച ഒരു സത്യമുണ്ട്: സെമി ഫൈനൽ നിങ്ങളെ ഫൈനലിൽ എത്തിക്കും, പക്ഷേ ഫൈനലാണ് നിങ്ങളെ ഇതിഹാസമാക്കുന്നത്. ഇപ്പോൾ മെസ്സിക്ക് മുന്നിൽ നിൽക്കുന്നത് വെറും ഒരു മത്സരം മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയും ഒരു തലമുറയുടെ സ്വപ്നവും തന്റെ കരിയറിലെ മറ്റൊരു ചരിത്ര അധ്യായം എഴുതാനുള്ള ഒരു അവസരവുമാണ്. അർജന്റീന ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഫൈനലിലെത്തി, പക്ഷെ യഥാർത്ഥ പരീക്ഷ ഇപ്പോഴാണ് തുടങ്ങുന്നത്. മറുവശത്ത് കാത്തിരിക്കുന്നത് ഈ ലോകകപ്പിലെ ഏറ്റവും സ്ഥിരതയാർന്ന ടീമായ സ്പെയിനാണ്. ഗോൾഡൻ ബൂട്ട്, ലോകകപ്പ് കിരീടം, ചരിത്രം, ഈ 3 വാക്കുകളിൽ ഏതാണ് അവസാനം മെസ്സിയുടെ പേരിനൊപ്പം ചേർന്ന് എഴുതപ്പെടുക? അതിനുള്ള ഉത്തരം ലോകകപ്പ് ഫൈനൽ പറയാനിരിക്കുകയാണ്. കാത്തിരിക്കാം ആര് വിജയിക്കുമെന്നത്. നിങ്ങളൊരു യഥാർത്ഥ ഫുട്ബോൾ ഫാൻ ആണെങ്കിൽ ഇതിന്റെ പ്രഡിക്ഷൻ ഒന്ന് കമന്റ് ചെയ്യൂ.